നമ്മുടെ മങ്കയം വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആരൊക്കെയോ ചോദിച്ചായിരുന്നു അവിടെ വെള്ളച്ചാട്ടത്തിൽ പോയി കുളിക്കാൻ പറ്റുമോയെന്ന്. നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ പോയിരുന്ന് കുളിക്കാനായിട്ട് പറ്റൂല. പക്ഷെ നമുക്ക് കുളിക്കാനുള്ള സ്ഥലം നമ്മൾ ആ കാടിനുള്ളിലോട്ട് കയറുന്നതിന് മുന്നേ തന്നെ ഒരു ചെറിയൊരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് നമുക്ക് കുളിക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മളിവിടെ തുടർന്ന് കുളിക്കുമ്പോഴത്തേക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഫീലൊന്നും നമുക്ക് കിട്ടൂല. നമ്മളൊരു തോട്ടിൻ്റെ വക്കത്തിരുന്ന് കുളിക്കുന്ന ആ ഒരു ഫീല് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. കാരണം അത് വെള്ളത്തിനോടത്തിൽ കുളിക്കാൻ സമ്മതിക്കാത്തതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള അപകടം പിടിച്ച ഒരു സ്ഥലമായതുകൊണ്ടാണ് അവർ മെയിനായിട്ട് സമ്മതിക്കാത്തത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ തന്നെ നമ്മളെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും അവിടെയൊന്നും ഒരു മനുഷ്യൻ കുഞ്ഞും ഇല്ല കേട്ടോ. അവിടെ ആകെപ്പാടെ ഉള്ളത് ഒരു ചേച്ചിയും പിന്നെ ഒരു ചേട്ടനും മാത്രമേ അവിടെ നമുക്ക് അവിടെ നമ്മളെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അവിടെ ഉള്ളൂ. അപ്പോൾ പിന്നെ അതൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഞാൻ അവരോട് ചോദിച്ചില്ല എന്താണ് റീസൺ എന്ന്. പക്ഷേ ഞാനിങ്ങനെ ഓരോ വീഡിയോകളൊക്കെ കാണുമ്പോഴത്തേക്കും അവർ ആൾക്കാർ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അവിടെ കുളിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥയല്ല, അല്ലെങ്കിൽ കുളിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല എന്നാണ്. അത് നമ്മൾ നേരിട്ടവിടെ പോയി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത്രയ്ക്കും ആഴമുള്ള ഒരു സ്ഥലമാണ് ഈ വെള്ളം വന്ന് വീഴുന്ന ഭാഗമൊക്കെ. അപ്പോൾ അവിടെയൊക്കെ പോയിരുന്ന് കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയുക, നമ്മുടെ അവസാനത്തെ കുളിയായിട്ടങ്ങ് മാറും. പിന്നെ നമ്മളെ വീട്ടുകാർ നീല ടാർപ്പായും കുറച്ച് ചുവന്ന കസേരയൊക്കെ മേടിച്ച് വീട്ടിലിട്ടുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മളെ കൊണ്ടെത്തിക്കും. സോ അതുകൊണ്ട് നമുക്കതങ്ങ് ഒഴിവാക്കാം. പിന്നെ ഇവിടെയൊന്നും കുളിക്കാനായിട്ട് പറ്റൂല കേട്ടോ. ഞാൻ ഇവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ചേട്ടനുണ്ടെന്ന് പറഞ്ഞില്ലേ, പുള്ളിക്കാരൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് അവിടെയൊക്കെ നിൽക്കുന്ന കുഴപ്പമില്ല. പക്ഷേ കുറച്ച് മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞു. ആ വെള്ളമൊക്കെ വീഴുന്ന അങ്ങോട്ട് പോവലും അവിടെ അപകടമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവർ പറയുന്നത് നമ്മൾ അനുസരിക്കണം. ഒന്നാമത്തെ കാര്യം നമുക്ക് അവിടുത്തെ രീതികളും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ ഇതിനെപ്പറ്റി അറിയാവുന്ന ആളുകൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉയിരും കൊണ്ട് വീട്ടിൽ പോവാം. ഞാനിപ്പോൾ ഇരിക്കുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ, നല്ല അത്യാവശ്യം നല്ല വഴുക്കലുള്ള പാറകളാണ്. നമ്മളിപ്പം അങ്ങോട്ട് ആക്രാന്തം പിടിച്ചൊക്കെ ചാടി ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ടാർപ്പൊക്കെ കിട്ടും.